ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം. അല്പം മുമ്പാണ് ആ വാർത്ത വന്നത്. PVR സിനിമാസ് തിയേറ്ററിന് മുൻപിലാണ് സ്ഫോടനമുണ്ടായത്. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ആഴ്ചകൾക്ക് മുമ്പാണ് അതിനടുത്ത് തന്നെ ഒരു സ്ഫോടനം CRPF സ്കൂളിന് സമീപം ഉണ്ടായത്. ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ തീവ്രതയുള്ളൊരു സ്ഫോടനമാണോ ഉണ്ടായത്? ഗോകുൽ, അല്പസമയം മുമ്പ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 11:48 ഡൽഹി രോഹിണി ജില്ലയിലെ പ്രശാന്ത് വിഹാറിൽ ഈ സ്ഫോടനം ഉണ്ടായത്. ഒരു ജനവാസ മേഖലയിൽ തിരക്കേറിയ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസും ഫോറൻസിക് സംഘവും എത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആളുകളെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ടാഗ് കെട്ടി തിരിച്ചിരിക്കുകയാണ്. പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ആഴ്ചകൾക്ക് മുൻപ്, ഏതാണ്ട് 1.5 മാസത്തോളം മുമ്പാണ് ഈ പ്രദേശത്ത് തന്നെ പ്രശാന്ത് വിഹാറിൽ തന്നെ സമാനമായ തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. ഇന്നുണ്ടായിരിക്കുന്ന സ്ഫോടനം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബൻസിവാല എന്ന ഒരു സ്വീറ്റ് ഷോപ്പിന് നേരെ എതിർവശത്തുള്ള പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് ഈ സ്ഫോടനം. അത്യുഗ്ര ശബ്ദത്തിലാണ് ഇന്നും സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന് പിന്നാലെ പുകപടലം ഉയർന്നിരുന്നു. കൂടാതെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അവിടെ വെള്ളപ്പൊടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ ഈ പ്രദേശത്തിന് സമീപം തന്നെ നടന്ന സ്ഫോടനം, CRPF സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നടന്ന സ്ഫോടനത്തിന് സമാനമായ സ്വഭാവമുള്ള സ്ഫോടനമാണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ വെള്ളപ്പൊടിയുടെ സാന്നിധ്യം CRPF സ്കൂളിലെ മതിലിനോട് ചേർന്ന് നടന്ന സ്ഫോടന സ്ഥലത്തും കണ്ടെത്തിയിരുന്നു. എന്നാൽ ആർക്കും ഈ സ്ഫോടനത്തിലും ഇന്ന് നടന്ന സ്ഫോടനത്തിലും പരിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. സ്ഫോടനം നടന്ന വിവരം ആദ്യം അറിയിക്കുന്നത് ഫയർഫോഴ്സിനെയാണ്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് എത്തുകയായിരുന്നു. ഉടൻ തന്നെ ഈ സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് ബോംബ് സ്ക്വാഡിനെയും ഫോറൻസിക് സംഘത്തെയും വിവരം അറിയിക്കുകയും ഇരു സംഘങ്ങളും എത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു സ്ഫോടനത്തെ ഡൽഹി പോലീസ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരേ സ്ഥലത്ത് തന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഈ വിഷയത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെ CRPF ക്യാമ്പ് സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നടന്ന സ്ഫോടനത്തിൽ സിഖ് സംഘടനകൾക്കുൾപ്പെടെ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് സ്ഫോടനം നടന്ന പ്രദേശം എന്നുള്ളത് ഒരു ജനവാസ കേന്ദ്രം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ പാർക്കിന്റെ മറ്റ് 2 വശങ്ങളിലും റെസിഡൻഷ്യൽ ഏരിയയാണ്, ആളുകൾ താമസിക്കുന്ന ഫ്ളാറ്റുകളും മറ്റുമാണ്. 2 വശങ്ങളിൽ റോഡാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സ്ഫോടനം നടന്ന മതിലിനോട് ചേർന്ന പ്രധാന റോഡ് തന്നെയാണ്. ഒരു കച്ചവട കേന്ദ്രങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ സ്ഫോടനം നടന്ന പ്രദേശം എന്നുള്ളതാണ്. പ്രശാന്ത് വിഹാറിലെ നോർത്തേൺ റേഞ്ച് ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ പോലും ഇല്ലാത്ത അത്രയും ദൂരത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്താനും ഈ പ്രദേശത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കുന്നത് തടയാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഫോറൻസിക് സംഘത്തെ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ച് അവരെല്ലാവരും തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കുന്നു. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും എന്താണ് ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും നേരത്തെ ഉണ്ടായ CRPF സ്കൂളില് മതിലിന് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഇതുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഒരേ ഏതായാലും ആഴ്ചകളുടെ ഇടവേളയിലാണ് ഡൽഹിയിൽ ഈ പ്രശാന്ത് വിഹാറിന് സമീപം 2ാമത്തെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അന്ന് മുമ്പ് CRPF സ്കൂളിന് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ മാലിന്യ കൂമ്പാരത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാണ് സ്ഫോടന കാരണമെന്നായിരുന്നു അവസാനത്തെ നിഗമനം, CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനം. പക്ഷേ ഇപ്പോൾ വീണ്ടും സമാനമായ സാഹചര്യത്തിൽ സ്ഫോടന സ്ഥലത്ത് സമാനമായ വെളുത്ത പൊടിയൊക്കെ കാണുമ്പോൾ അതിനൊരു ദുരൂഹതയുണ്ട്. എന്താണെന്നുള്ള പ്രാഥമികമായ അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും തലസ്ഥാനത്ത് അടുത്ത ആഴ്ചകളിൽ ഇങ്ങനെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ആശങ്കയുണ്ടാക്കുന്നുണ്ട്.